ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് തിയറിയിലെ സെറ്റ് ഓപ്പറേഷൻസ് ആണ്. എന്താണ് സെറ്റ് ഓപ്പറേഷൻ എന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ വന്നിട്ട് സെറ്റ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു എ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ സെറ്റ്സ്. സെറ്റിൽ പെർഫോം ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് സെറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Thus operations are essential for manipulating and analyzing set in various mathematical contexts such as algebra, probability, logic. അതായത് അൾജിബ്ര, പ്രോബബിലിറ്റി, ലോജിക്കൽ ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കോണ്ടെസ്റ്റിലും സെറ്റിനെ അനലൈസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് സെറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു വേരിയസ് ആക്ഷൻസ് ഓർ manipulations that can be performed on sets to create new sets or extract information from existing set. അതായത് പലതരത്തിലുള്ള ആക്ഷൻസിലൂടെയും മാനിപ്പുലേഷൻസിലൂടെയൊക്കെ സെറ്റിൽ നിന്ന് പുതിയൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. നെക്സ്റ്റ് ഏതൊക്കെയാണ് ബേസിക് സെറ്റ് ഓപ്പറേഷൻസ് എന്നുള്ളത് നോക്കാം. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, സിമ്മട്രിക് ഡിഫറൻസ്, കോംപ്ലിമെൻറ്റ്, ഡിസ്ജോയിൻറ്റ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഇവയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സെറ്റ് ഓപ്പറേഷൻസിൽ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ബേസിക് സെറ്റ് ഓപ്പറേഷൻസ് എന്നുള്ളത് നോക്കി ഇനി ഓരോന്നിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് യൂണിയൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് കണ്ടെയ്നിങ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ എ ആൻഡ് ഇൻ ബി ഓർ ഇൻ ബോത്ത്. അതായത് രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റിലെയും എലമെൻറ്റുകൾ ചേർന്നതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. The intersection of two sets A and B is the set containing all elements that are in both A and B. അതായത് രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നതും രണ്ട് സെറ്റിലുമുള്ള കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകൾ ചേർന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ്. ദ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ആസ് എ മൈനസ് ബി. ഇങ്ങനെയാണ് ഡിഫറൻസ്, രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഈസ് ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെറ്റ് എയിലുള്ള എലമെൻറ്റുകളും എന്നാൽ ആ എലമെൻറ്റുകളും സെറ്റ് ബിയിൽ ഇല്ലാത്തതുമായിരിക്കണം. അതാണ് ഡിഫറൻസ്. നെക്സ്റ്റ് സിമ്മട്രിക് ഡിഫറൻസ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ദ സിമ്മട്രിക് ഡിഫറൻസ് ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി ഡിനോട്ടഡ് ആസ് എ സിമ്മട്രിക് ഡിഫറൻസ് ബി ഈസ് ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ ഐദർ എ ഓർ ബി ബട്ട് നോട്ട് ഇൻ ബോത്ത്. അതായത് രണ്ട് സെറ്റുകളുടെ സിമ്മട്രി ഡിഫറൻസ് എന്ന് പറയുന്നതും രണ്ട് സെറ്റിലും കോമൺ അല്ലാത്ത എലമെൻറ്റുകൾ ചേർന്നതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോംപ്ലിമെൻറ്റ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ ഡിനോട്ടഡ് ആസ് എ കോംപ്ലിമെൻറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻ എ. അതായത് ഇവിടെ രണ്ട് സെറ്റുകളാണുള്ളത്, ഒന്ന് യൂണിവേഴ്സൽ സെറ്റും മറ്റൊന്ന് സെറ്റ് എയും. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിലെ എലമെൻറ്റുകളും എന്നാൽ ആ എലമെൻറ്റുകൾ സെറ്റ് എയിൽ ഇല്ലാത്തതുമായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഡെഫിനിഷൻ വന്നിട്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ് ആർ സെറ്റ്സ് ദാറ്റ് ഹാവ് നോ എലമെൻറ്റ്സ് ഇൻ കോമൺ. ഡിസ്ജോയിൻറ്റ് സെറ്റുകളിലും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റുകളും തന്നെ ഉണ്ടായിരിക്കില്ല. ഇൻ അതർ വേർഡ്സ്, ഇഫ് ടു സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ് ദെയർ ഇൻ്റർസെക്ഷൻ ഈസ് എൻ എംപ്റ്റി സെറ്റ് ദറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് 5. അതായത് രണ്ട് സെറ്റുകൾ ഡിസ്ജോയിൻറ്റ് എന്ന് പറയണമെങ്കിൽ രണ്ട് സെറ്റുകളുടെയും ഇൻ്റർസെക്ഷൻ വന്നിട്ട് ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സിംബോളിക്കലി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ എ ക്രോസ് ബി. ഇങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് രണ്ട് സെറ്റുകളുടെ ഡിനോട്ട് ചെയ്യാം. ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ് വേർ ദ ഫസ്റ്റ് എലമെൻറ്റ്സ് കം ഫ്രം സെറ്റ് എ ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് കം ഫ്രം സെറ്റ് ബി. രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിലുള്ള പോസിബിൾ ആയിട്ടുള്ള ഓർഡേർഡ് പെയേഴ്സ് ചേർന്നതായിരിക്കും. അതിൽ പെയേഴ്സ് എങ്ങനെ ഫോം ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് എലമെൻറ്റ് സെറ്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെൻറ്റ് സെറ്റ് ബിയിൽ നിന്നും ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക.